വിശ്വപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഇരടികളാൽ ഇനിയുള്ള ദിനങ്ങൾ ആ ക്ഷേത്ര പരിസരവും പമ്പാതീരവുമെല്ലാം ഭക്തിസാന്ദ്രമാകും. പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ഈ വഞ്ചിപ്പാട്ടിന്റെ ഓളത്തിനൊപ്പം അങ്ങ് അലിഞ്ഞു ചേർന്നോ മിഥുൻ? പ്രജിത്ത്, ഇനിയുള്ള ദിവസങ്ങൾ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആറന്മുള ദേശം വഞ്ചിപ്പാട്ടിന്റെ ഈരടികളിലേക്ക് മാറുകയാണ്, ഭക്തിസാന്ദ്രമായി മാറുകയാണ്. ആറന്മുളയുടെ 51 കരകൾ ഇനി വിശ്വാസത്തിന്റെയും ആചാര പെരുമയുടെയും എല്ലാം നാളുകളിലേക്ക് മാറുകയാണ്. സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കുന്ന വള്ളസദ്യക്കാണ് ഇന്ന് തുടക്കമാവുക. ഔപചാരിക ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ വള്ളസദ്യ ആരംഭിക്കുന്നതോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ രാവിലെ പറന്നിറക്കുന്ന ചടങ്ങാണ്. വഴിപാടുകാർ അതാത് കരകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആചാരമായതുകൊണ്ട് തന്നെ വഴിപാടുകാർ രാവിലെ പറന്നിറക്കുന്ന ചടങ്ങോടുകൂടിയാണ് ഈ വള്ളസദ്യയ്ക്ക് തുടക്കമാകുന്നത്. അങ്ങനെ 10 കരകൾക്കാണ് ഇന്ന് വള്ളസദ്യ ഉള്ളത്. ആ 10 കരകളുടെയും പറന്നിറക്കൽ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ 10 കരകളുടെയും വഴിപാടുകാർ ക്ഷേത്രത്തിൽ രാവിലെ എത്തി ദർശനം നടത്തി ആചാരപരമായിട്ടുള്ള പറന്നിറക്കൽ ചടങ്ങ് നടത്തിയിരിക്കുന്നു. കീഴ്ച്ചേരിമേൽ, തെക്കേമുറി, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി, മഴപ്പുഴശ്ശേരി, പൂവത്തൂർ പടിഞ്ഞാറ്, തെക്കേമുറി കിഴക്ക്, മേലുകര, ഇടശ്ശേരിമല, ചെറുകോൽ എന്നിങ്ങനെ 10 കരകളുടെ പള്ളിയോടങ്ങൾക്കാണ് ഇന്ന് വഴിപാടുള്ളത്. അതിന്റെ പറന്നിറക്കൽ ചടങ്ങ് രാവിലെ വഴിപാടുകാർ എത്തി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും 2 പള്ളിയോടങ്ങൾക്ക് വഴിപാട് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വഴിപാടടക്കം 10 പള്ളിയോടങ്ങൾക്കാണ് ഇന്ന് വഴിപാടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത 56 ദിവസങ്ങളിൽ 16-ലധികം വള്ളസദ്യകൾ ഓരോ ദിവസം വീതം നടക്കും. ഇതിനോടകം തന്നെ 500-ൽ പരം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പള്ളിയോട സേവാ സംഘം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം തന്നെ 16-ലധികം വള്ളസദ്യകൾ ഓരോ ദിവസവും ഉണ്ടാകുമ്പോൾ ഭക്തജനത്തിരക്കും ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യവുമൊക്കെയായി ഈ ആറന്മുളയുടെ ദേശമാകെ ഒന്നാകെ വഞ്ചിപ്പാട്ടിന്റെ ഇടയുടെ ഈണത്തിൽ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പുണ്യ നിമിഷങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന വിവിധ ദേശങ്ങളുടെ കരക്കാരുടെയൊക്കെ പ്രതിനിധിയായിട്ട് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം ദർശനം നടത്തുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് രാവിലെ തന്നെ എത്തിയിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇനി ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങ് നടക്കുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ക്ഷേത്രത്തിലേക്ക് എത്തി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ക്ഷേത്രത്തിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ 2 പള്ളിയോടങ്ങൾക്ക് വഴിപാട് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും മറ്റും കാര്യങ്ങളുമൊക്കെയായിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യവും ഉണ്ടാകും. അങ്ങനെ സജീവമായി മാറുകയാണ്, ഭക്തിസാന്ദ്രമായി മാറുകയാണ് ലോകപ്രശസ്തമായിട്ടുള്ള ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ. 10 വള്ളപ്പുര സദ്യാലയങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിനകത്തും ബാക്കിയുള്ളവ ക്ഷേത്രത്തിന് പുറത്തും ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 16 സദ്യകൾ ഓരോ ദിവസവും ബുക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ 500ഓളം വള്ളസദ്യകളാണ് ഈ 56 ദിവസങ്ങളിൽ ഈ തവണ നടക്കുന്നത്. ഇതിനോടകം തന്നെ ബുക്കായിരിക്കുന്നത് ഇത്തവണ ദിവസങ്ങൾ കുറവാണ്. ഓണം നേരത്തെ ആയതുകൊണ്ട് തന്നെ 56 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ 500ഓളം വള്ളസദ്യകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. 56 ദിവസത്തിൽ 500-ലധികം വള്ളസദ്യകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അത് സർവ്വകാല റെക്കോർഡാണ് എന്ന് പറയേണ്ടിയിരിക്കും. ഇനി നമുക്കറിയാം, ആചാരപരമായി ഓരോ കരയുക്കളുമായി ബന്ധപ്പെട്ട് ഓരോ പള്ളിയോടങ്ങൾക്കുമാണ് വഴിപാടുകാർ പള്ളിയോടങ്ങൾ വഴി ഈ വള്ളസദ്യ നേർച്ച നടത്തുന്നത്, വഴിപാട് നടത്തുന്നത്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രക്കടവിലേക്ക്, ആറന്മുളയിലെ ക്ഷേത്രക്കടവിലേക്ക് പള്ളിയോട കരകൾ വഴിപാടുകാർ എത്തും. അവർ എത്തി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പള്ളിയോടങ്ങളെ സ്വീകരിച്ചാനയിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. ക്ഷേത്രത്തിന് വലം വയ്ക്കും. പിന്നീട് സദ്യാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ് നടക്കും. പാടി ചോദിക്കുന്ന ഓരോ വിഭവങ്ങളും അതാത് കരകളിലെ ആളുകൾ പാടി ചോദിക്കുന്ന വിഭവങ്ങൾ ആ ഇലകളിൽ എത്തും. അങ്ങനെ സർവ്വവിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ, വിവിധ പാരമ്പര്യങ്ങൾ, വിശിഷ്ടമായിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾക്കാണ് ഇനി ആറന്മുള സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അങ്ങനെ ആചാരപ്പെരുമയുടെ, വിശ്വാസ പാരമ്പര്യത്തിൻ്റെയും എല്ലാം പുണ്യ ദിവസങ്ങൾ ആകും ഇനിയുള്ള 56 ദിവസങ്ങൾ ആറന്മുളയിൽ. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പള്ളിയോട സേവാ സംഘവും അതായത് കരകളും 51 കരകളുമായി ബന്ധപ്പെട്ട് പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ആറന്മുളയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പമ്പാതീരത്തിൻ്റെ വിവിധ കരകളിലും പൂർത്തിയായിരിക്കുകയാണ്. പ്രജിത്ത്, മിഥുൻ, നമ്മളെപ്പോഴും ഈ പലരും പറയാറുണ്ട്, ഈ ആചാരങ്ങളൊക്കെ കാലം കഴിയും തോറും അതിങ്ങനെ ഇല്ലാതാകും, പതുക്കെ അതിൻ്റെ
ഗരിമ കുറയും എന്നൊക്കെ. പക്ഷേ മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതാണെങ്കിൽ ഇപ്പോഴിതാ വള്ളസദ്യക്ക് കൂടുതൽ സർവ്വകാല റെക്കോർഡാണ് വള്ളസദ്യയുടെ ബുക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഇത്തരം ആചാരങ്ങളൊന്നും ഒരു കാലത്തും നശിക്കില്ല. അത് കാലം കഴിയുന്തോറും വീണ്ടും വീണ്ടും ശക്തമാവുകയും കൂടുതൽ ജനപ്രിയമാവുകയും ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്, അല്ലേ മിഥുൻ? തീർച്ചയായും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആചാരങ്ങൾ മാറുന്നില്ല, ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി തന്നെ ഏറ്റെടുക്കുകയാണ് വിശ്വാസി സമൂഹം. അതുപോലെ തന്നെ നിലനിർത്തുകയാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പോകുമ്പോഴും ആചാരപ്പെരുമക്കൾക്ക്, ആചാരവിശ്വാസങ്ങൾക്ക്, ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് ആറന്മുളയിലെ ഈ വള്ളസദ്യയും പള്ളിയോടങ്ങളും വള്ളക്കരകളും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഈ ചടങ്ങ് എന്നുള്ളതാണ്. ചടങ്ങിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെയാണ് പള്ളിയോടക്കരകൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ, വഞ്ചിപ്പാട്ടിൻ്റെ ആ ഈരടിയുടെ ഈണത്തിൽ ഇവിടേക്ക് ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് പള്ളിയോടങ്ങളിൽ എത്തുന്നത്. തുടർന്നുണ്ടാകുന്ന ഓരോ ചടങ്ങുകളും അത് ഈ വഴിപാട് നടത്തുന്നവർ സ്വീകരിക്കാൻ കടവിലേക്ക് എത്തുന്നു. അവിടെ വഞ്ചിപ്പാട്ട് പാടി പള്ളിയോട കരകളെ സ്വീകരിക്കുന്നു, ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു. പിന്നീട് ക്ഷേത്രത്തിന് വലം വെക്കുന്നു. സദ്യാലയങ്ങളിലെത്തി പള്ളിയോടെ കരകൾ പാടി ചോദിക്കുന്ന ഓരോ വിഭവങ്ങളും ആ ഇലയിലേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാം വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ. അതിനുശേഷം സദ്യ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും വഴിപാടുകാർ ഈ പള്ളിയോടെ കരക്കാരെ അവർ അതാത് കരകളിലേക്ക് യാത്രയാക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്കെല്ലാം പൂർത്തീകരണമാകുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചടങ്ങാണ് ഈ പറ വെക്കുന്നത്. വഴിപാടുകാർ ക്ഷേത്രത്തിലെത്തി രാവിലെ അതാത് കരകൾക്ക് പറ വെക്കുന്ന ചടങ്ങ് നടത്തിക്കൊണ്ടാണ് ഇതിനെല്ലാം തുടക്കമാകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളായാലും ഓരോ ചടങ്ങുകളായാലും അത് ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ. അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. 500-ലധികം വഴിപാടുകൾ ഇതിനോടകം തന്നെ ബുക്കായിരിക്കുന്നു. അത് സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുന്നു. 56 ദിവസങ്ങൾ, കുറഞ്ഞ കാലയളവ്. ഓണം ഇത്തവണ നേരത്തെ ആയതുകൊണ്ട് തന്നെ 56 ദിവസങ്ങൾ. കഴിഞ്ഞ മിഥുനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. വരും ബുള്ളറ്റിനുകളിലും മിഥുൻ വിശദമായ വിവരങ്ങളുമായി എത്തും. പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസം കൊടികുത്തിവാണ് കേരളത്തിൽ, ഹൈന്ദവ ആചാരങ്ങൾക്കൊന്നും ഭാവിയില്ല, അല്ലെങ്കിൽ അധികം അത് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ പുതുതലമുറകൾ തങ്ങളുടെ ആചാരങ്ങളെയും സ്വത്വബോധത്തെയും ഒക്കെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാഴ്ചയാണ് ഈ പറയുന്ന രീതിയിൽ ആറന്മുളയും വള്ളസദ്യയും ഒക്കെ നമുക്ക് നൽകുന്നത്.